ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളിൽ 8.5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ഈ വീട് സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടുള്ള ഇൻഫോ പാർക്കിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം ദൂരത്തായും ആലുവയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തായും ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം ദൂരത്തായും എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരത്തായും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 15ഓളം കിലോമീറ്റർ മാത്രം ദൂരത്തുമായി സ്ഥിതി ചെയ്യുന്ന പൂക്കാട്ടുപടിയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ചുറ്റും മനോഹരമായ കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നല്ല വിശാലമേറിയ ഒരു മുറ്റമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. മുൻവശത്തായി കടുപ്പ കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. വീടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗം ഇതിനോടൊപ്പമുള്ളതാണ്. 8.5 സെൻറ്റിലാണ് ഈ വീട് വരുന്നത്. 1700ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സായി വരുന്നത് കിണർ വെള്ളമാണ്. KWA കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഏത് വേനൽക്കാലത്തും സുലഭമായി വെള്ളം ലഭിക്കാവുന്ന ഒരു ഏരിയയിലാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ടൈൽസുകളും നൽകിയിരിക്കുന്നു. 4 ചെയറുകൾ ഒരേ സമയത്ത് ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ സിറ്റ് ഔട്ടിന് ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മുൻവശത്തെ ഡോറ് മനോഹരമായ കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ചതാണ്. ആഞ്ഞിലിയിലും മഹാഗണിയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. നിങ്ങൾക്ക് കാണാം മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയർ വർക്കുകളിൽ നല്ല ധാരാളം ശ്രദ്ധ നൽകി തന്നെയാണ് ഇവിടുത്തെ ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അതിൽ കളർ കോമ്പിനേഷൻ LED വാം ലൈറ്റുകൾ നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെയായാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി വീടിന് ഉൾവശത്തേക്ക് എപ്പോഴും സൺലൈറ്റ് ലഭിക്കുന്നുണ്ട്. ഈ ഡൈനിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒതുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഈ വീടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നിർമ്മിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ടൈപ്പിലുള്ള ടൈൽസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിലായി സ്റ്റെയിൻലെസ് സ്റ്റീലും ഉപയോഗിച്ചിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. ധാരാളം കബോർഡ് വർക്ക് ചെയ്ത് അലങ്കരിച്ച കിച്ചണിൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ദിശ ഏരിയ വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. മനോഹരമായ രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കട്ട്ലറിക്കും ക്രോക്കറികൾക്കുള്ള പ്രത്യേക ബാസ്ക്കറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. കിച്ചണിൻ്റെ ബാക്ക് വശത്തായി നല്ലൊരു സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. വർക്ക് ഏരിയയിൽ വർക്കിംഗ് ടേബിളും കൂടാതെ വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് ഒരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭിക്കുന്നത്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നൽകി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യം ധാരാളം നൽകിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് നൽകിയിരിക്കുന്നത്.
വളരെ മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിലുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലായി സ്റ്റെയിൻലെസ് സ്റ്റീലും നൽകിയിട്ടുണ്ട്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യങ്ങളും നൽകി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നത് കൊണ്ട് നല്ല സൺലൈറ്റ് എപ്പോഴും വീടിൻ്റെ റൂമിനകത്തേക്ക് ലഭിക്കുന്നുണ്ട്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഫൈബർ മെറ്റീരിയൽസിൻ്റെ ഡോറാണ് ബാത്റൂമിന് വേണ്ടി നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്ത ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ്ഡായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. ഏതാണ്ട് 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ തേർഡ് ബെഡ്റൂം, ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെയും ലഭിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വാർഡ്രോബ് സൗകര്യങ്ങളും ഇവിടെയും നൽകിയിരിക്കുന്നു. ഗ്യാരണ്ടിയോട് കൂടിയ നല്ല മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് വാർഡ്രോബ്സ് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വലിയൊരു ബാൽക്കണിയും നമുക്കിവിടെ അവൈലബിൾ ആണ്. കൂടാതെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് വീടിൻ്റെ ബാക്ക് വശത്ത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നുണ്ട്. റെഫ്രിജറേറ്റർ വഹിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം അവിടെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. മാത്രമല്ല ടെറസിലേക്കുള്ള സ്റ്റെയർകേസും യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നാണ് വരുന്നത്. മനോഹരമായ ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്ലഡ് എഫക്റ്റ് ആവാത്തൊരു ഏരിയയാണ്. മാത്രമല്ല പൊല്യൂഷൻ പ്രശ്നങ്ങളൊന്നുമില്ല. കൂടാതെ മെയിൻ റോഡ് നല്ല വീതി കൂടിയ റബ്ബറൈസ്ഡ് റോഡിന് സൈഡ് വശത്ത് ആയിട്ടാണ് ഈ വീടും ഈ പറഞ്ഞ പറമ്പും സ്ഥിതി ചെയ്യുന്നത്. 8.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡാണ് വരുന്നത്. 1700 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3 ബെഡ്റൂമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂമുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് 2 കാറുകൾ ഒരേ സമയത്ത് ഈ വീട്ടിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. ലോൺ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 10 ഡേയ്സ് ഞങ്ങൾ 100% ലോണും എടുത്ത് വേണമെങ്കിൽ നൽകുന്നതാണ്. കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ നമുക്ക് ലോൺ സൗകര്യം, ഹോം ലോൺ സൗകര്യമെല്ലാം എടുത്ത് നൽകാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഹിഡൻ ചാർജുകളൊന്നും വരുന്നില്ല. ഇനി നമുക്ക് ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. ഈ വീടിന് ചോദിക്കുന്ന വില, ഈ 8.5 സെൻറ്റ് സ്ഥലവും വീടിനും ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.